നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. സുരക്ഷിത ഡിജിറ്റൽ സാഹചര്യം ഒരുക്കുന്നതിലൂടെ കൂടുതൽ നിക്ഷേപങ്ങൾക്കും അനന്ത സാമ്പത്തിക സാധ്യതകൾക്കും വഴി തുറക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ന്യൂഡൽഹിയിൽ നടക്കുന്ന 3ാമത് സൈബർ സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 820 ദശലക്ഷത്തിലധികം സജീവ ഇന്റർനെറ്റ് ഉപയോക്താക്കളുള്ള ഇന്ത്യ ലോകത്തെ മുൻനിര ഡിജിറ്റൽ രാജ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. നൈപുണ്യ വികസനവും വൻതോതിലുള്ള തൊഴിലവസരങ്ങളുമാണ് ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ 29,400 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ്, റെയിൽവേ, തുറമുഖ മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും മുംബൈയിൽ ഇന്ത്യൻ ദിനപത്ര സൊസൈറ്റി ടവറുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 7 സംസ്ഥാനങ്ങളിലായി 13 നിയമസഭാ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും 4 വീതം സീറ്റിലും BJP 2 സീറ്റിലും ആം ആദ്മി പാർട്ടിയും DMKയും ഓരോ സീറ്റിലും ജയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഒരു സീറ്റിൽ വിജയിച്ചത്. നിതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഇന്ത്യയിൽ വീണ്ടും ഒന്നാമതെത്തിയത് ജനക്ഷേമവും സാമൂഹ്യ പുരോഗതിയും മുൻനിർത്തി LDF സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും അതിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കുമുള്ള അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം, പരിസ്ഥിതി, ശുദ്ധജലം തുടങ്ങി 16 വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പട്ടികയിൽ കേരളം തുടർച്ചയായി 1ാം സ്ഥാനത്താണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഊർജ്ജസ്വല ഗ്രാമം പദ്ധതിയുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിർത്തി ഗ്രാമങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സേനാ വിഭാഗങ്ങൾ പ്രാദേശിക കാർഷിക കരകൌശല ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതത്തിനും വിശ്വാസത്തിനും അതീതമായി എല്ലാവരെയും സ്നേഹിക്കുകയെന്നത് ജീവിതത്തിൽ പരമപ്രധാനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ സഭയുടെ പാവനാത്മ പ്രൊവിൻസ് അംഗവും കേരള കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ പ്രധാനിയുമായ പുണ്യശ്ലോകൻ ആർമൺ മാധവത്തച്ഛന്റെ ദൈവദാസ പദവി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കണ്ണൂർ ഇരട്ടി വിമലഗിരിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തമ്പാനൂർ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിക്കായുള്ള തിരച്ചിൽ രാത്രി വൈകിയും ഊർജിതമായി തുടരുന്നു. റോബോട്ടിനെയും മാൻഹോളിലൂടെ രക്ഷാപ്രവർത്തനത്തിനായി ഇറക്കിയിട്ടുണ്ട്. റെയിൽവേയുടെ അധീനതയിലുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. കേരളത്തിൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാലക്കാട്, ആലപ്പുഴ ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മുതൽ ചൊവ്വാഴ്ച വരെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം തുടരും. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലായി പുതുതായി അനുവദിച്ച 138 ബാച്ചുകളിലായി 8,280 കുട്ടികൾക്ക് കൂടി പ്രവേശനം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപനത്തെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും സ്വാഗതം ചെയ്തതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ആദ്യ പതിപ്പിന് ഇന്ത്യ ആതിഥ്യം വഹിക്കും. നവംബർ 20 മുതൽ 24 വരെ ഗോവയിലാണ് ഉച്ചകോടി. പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. നട തുറക്കുന്ന ദിവസം പൂജകൾ ഉണ്ടാകില്ല. കർക്കിടകം 1 16 മുതൽ നട അടയ്ക്കുന്ന 20-ന് രാത്രി വരെ പൂജകൾ നടക്കും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്താം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് KSRTC പ്രത്യേകം സർവീസുകൾ നടത്തും. സിംബാബ്വെക്കെതിരായ 4ാം T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 10 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ നിശ്ചിത 20 ഓവറിൽ 7-ന് 152 റൺസ് എടുത്തു. ഇന്ത്യ 16ാം ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ ലക്ഷ്യത്തിലെത്തി. 53 പന്തിൽ പുറത്താകാതെ 93 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളാണ് കളിയിലെ താരം. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 3-1 മുന്നിലെത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.